ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം അല്ലെങ്കിൽ പ്രഭാത മനയുടെ ചിന്താവിഷയം എന്ന് പറയുന്നത് ഒരു ദിവസം എപ്പോൾ തുടങ്ങണം എന്നതിനെ കുറിച്ചിട്ടാണ്. ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കൊരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ദൈവം വെളിച്ചത്തിന് പകൽ എന്നും ഇരുളിന് രാത്രി എന്നും പേരിട്ടു, സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. അതെ, നാം ഇന്ന് ഈ ലോകത്ത് ചിന്തിക്കുമ്പോൾ ഒരു ദിവസം എന്ന് പറയുന്നത് ലോകപ്രകാരമുള്ള ഒരു മനുഷ്യന് കണക്കാക്കുന്നത് ഒരു ദിവസത്തിന്റെ അർദ്ധരാത്രി 12 മണി മുതൽ പിറ്റേ ദിവസം വരെയുള്ള 24 മണിക്കൂറിനെയാണ് അവർ ഒരു ദിവസമായിട്ട് ഇന്ന് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും കണക്കാക്കുന്നത്. നാം നമ്മുടെ ഡിസംബർ 31-ാം തീയതി പോലുള്ള ന്യൂ ഇയർ പോലുള്ള ആഘോഷങ്ങളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഈ ലോകപ്രകാരം ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരു ദിവസം അല്ലെങ്കിൽ 1-ാം തീയതി ആയിട്ട് ജനുവരി 1 ആയിട്ട് കണക്കാക്കുന്നത് ആ ദിവസത്തിന്റെ ഡിസംബർ 31-ന്റെ 12 മണി എന്നുള്ള അർദ്ധരാത്രി ആയിട്ടുള്ള സമയത്തെയാണ് ഒരു ദിവസത്തിന്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ നാം ബൈബിൾ പരിശോധിക്കുമ്പോൾ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പിതാവായ ദൈവം നമുക്ക് ഒരു ദിവസത്തെ കുറിച്ചിട്ട് വളരെയധികം വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ബൈബിളിലൂടെ നൽകി തരുന്നതായിട്ട് നമുക്ക് തിരുവചനം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്രകാരം നാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം 6 ദിവസം ദൈവത്തിന്റെ സൃഷ്ടിപ്പ് നടത്തിയതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ വിവരങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ഓരോ സൃഷ്ടിപ്പിന്റെ അവസാന നിമിഷങ്ങൾ അല്ലെങ്കിൽ അവസാന സമയത്ത് ദൈവം ഇപ്രകാരം പറയുന്നുണ്ട്: സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം, അല്ലെങ്കിൽ സന്ധ്യയുമായി ഉഷസ്സുമായി 2-ാം ദിവസം. അതായത് യേശുക്രിസ്തു തന്നെ അവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരു ദിവസം എന്നത് ആരംഭിക്കുന്നത് തലേ ദിവസം വൈകുന്നേരമാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ദൈവം ഓരോ സൃഷ്ടിപ്പിന്റെ അവസാനം അല്ലെങ്കിൽ ബൈബിളിൽ ബാക്കി ഇപ്രകാരം നൽകിയിരിക്കുന്നത്: സന്ധ്യയുമായി ഉഷസ്സുമായി 1-ാം ദിവസം അല്ലെങ്കിൽ 2-ാം ദിവസം എന്ന്. അതുപോലെ തന്നെ പ്രകാരം നമ്മൾ ബൈബിള് പരിശോധിക്കുമ്പോൾ സൃഷ്ടിപ്പിന്റെ എല്ലാ ദിവസവും ദൈവം പ്രകാരത്തിലുള്ള ഒരു വാക്യം ഉപയോഗിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ദൈവം ഇവിടെ പ്രകാരം പറയുകയാണ്, ഓരോ ദിവസത്തിന്റെയും സൃഷ്ടി ആരംഭിച്ചിരിക്കുന്നത് സന്ധ്യാസമയത്താണ് എന്നും അതുപോലെ തന്നെ ആ ഒരു ദിവസത്തിലെ പ്രഭാതം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ ദിവസം അവസാനിക്കുന്നത് എന്നുമാണ് ദൈവം ഈ പറഞ്ഞ വാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നാം ലേവ്യ പുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കൾക്ക് ശബത്ത് അനുഷ്ഠിക്കാനായിട്ട് നൽകിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അവിടെ ലേവ്യ പുസ്തകം 23-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തില് യേശുക്രിസ്തു പ്രകാരം പറയുന്നുണ്ട്: അത് നിങ്ങൾക്ക് സ്വസ്ഥതയ്ക്കുള്ള ശബത്ത്, അന്ന് നിങ്ങൾ ആത്മതപനം ചെയ്യണം. ആ മാസം 9-ാം തീയതി വൈകുന്നേരം മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ നിങ്ങൾ ശബത്ത് ആചരിക്കണം. അതായത് നാം പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം പരിശോധിക്കുമ്പോൾ ദൈവം അവിടെ തന്റെ ജനത്തിന് 10 കൽപ്പനകൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം ഇസ്രായേൽ മക്കൾക്ക് ദൈവം ശബത്ത് അനുഷ്ഠിക്കാൻ വേണ്ടി നൽകിയപ്പോൾ ദൈവം തന്നെ പറഞ്ഞതാണ്, ആ ഒരു ശബത്ത് തുടങ്ങുന്നത് തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം സന്ധ്യാസമയം അല്ലെങ്കിൽ വൈകുന്നേരം വരെയാണ് ആ ഒരു ശബത്ത് എന്ന് പറയുന്ന ദിവസം ഉള്ളത് എന്നാണ് യേശുക്രിസ്തു അവിടെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇസ്രായേൽ മക്കള് തലേ ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ ശബത്ത് ആചരിക്കണമെന്ന് ദൈവം അവിടെ ഒരു കൽപ്പനയായിട്ട് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതായത് നമ്മൾ ബൈബിൾ പരിശോധിക്കുമ്പോൾ ബൈബിൾ അടിസ്ഥാനത്തില് പിതാവായ ദൈവം തന്നെ നമുക്ക് വളരെ വ്യക്തമാക്കി തന്നിരിക്കുകയാണ്, ഒരു ദിവസം എന്ന് പറയുന്നത് സന്ധ്യ മുതൽ പിറ്റേ സന്ധ്യ വരെയുള്ള ആ ഒരു നിമിഷത്തെയാണ്, ആ ഒരു 24 മണിക്കൂറിനെയാണ് ഒരു ദിവസമായിട്ട് ദൈവം കണക്കാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പുറപ്പാട് പുസ്തകം അതിന്റെ 20-ാം അധ്യായം 11-ാം വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം ദൈവം പറയുന്നുണ്ട്: 6 ദിവസം കൊണ്ട് കർത്താവ് ആകാശത്തെയും ഭൂമിയെയും കടലിനെയും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കി. എന്നാൽ 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. അതുകൊണ്ട് 7-ാം ദിവസത്തെ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതായത് ദൈവം തന്റെ സൃഷ്ടിപ്പെല്ലാം 6 ദിവസം കൊണ്ട് നടത്തി. എന്നാൽ 7-ാമത്തെ ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അതായത് ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ശബത്ത് എന്ന ഒരു വ്യവസ്ഥയെ ദൈവം അവിടെ സ്ഥാപിക്കുകയാണ് ചെയ്തത്. നാം നോക്കുമ്പോൾ ദൈവം അന്ന് സ്ഥാപിച്ച ആ ഒരു ശബത്ത് ദൈവത്തിന്റെ മക്കളായ നമുക്കും അതനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവം നൽകി തന്നിട്ടുണ്ട്. ദൈവം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരു ശബത്തിൻ്റെതായിട്ടുള്ള ആരംഭ സമയമായ വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം മുതൽ പിറ്റേ ദിവസമായ ശനിയാഴ്ച വൈകുന്നേരം വരെ ദൈവത്തിന്റെ ശബത്ത് ആചരിക്കണമെന്ന് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്രകാരം തന്നെ നമ്മളുടെ ഈ
തിരക്ക് പിടിച്ചതായിട്ടുള്ള ജീവിത ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ തിരക്ക് പിടിച്ചതായിട്ടുള്ള പല ജോലി തിരക്കുകളിൽ നിന്ന് നാം ആ ഒരു സമയം കണ്ടെത്തിക്കൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ ദിവസമായിട്ടുള്ള ശബത്ത് ദിവസത്തെ വളരെയധികം അനുഗ്രഹപൂർണമായിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് നാം വെള്ളിയാഴ്ച ദിവസം തന്നെ നമ്മുടെ എല്ലാ തരത്തിലുള്ള ജോലികളെല്ലാം തീർത്തുകൊണ്ട് സമയത്തിന് തന്നെ ദൈവത്തിന്റെ വിശുദ്ധ ശബത്തിലേക്ക് പ്രവേശിക്കുകയും അതിനെ വളരെയധികം അനുഗ്രഹപൂർണമായിട്ട് ശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ശബത്ത് ദിവസത്തെ ആചരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ ജീവിതത്തിന് അനേകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകി തരും. അതുപോലെ തന്നെ നാം ഒരു ദിവസത്തിന്റെ തുടങ്ങുന്ന സമയമായിട്ടുള്ള സന്ധ്യാസമയത്ത് നമ്മുടെ ജീവിതശൈലിയായിട്ടുള്ള ഉറങ്ങുക എന്നുള്ള ഒരു കർത്തവ്യം വളരെ ഭംഗിയോടുകൂടി നാം ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുന്ന ആ ഒരു സമയം നമുക്ക് ഉന്മേഷത്തോടു കൂടി നമ്മുടെ ജോലികളെല്ലാം ചെയ്യുവാനും അപ്രകാരം നമ്മുടെ എല്ലാ തരത്തിലുള്ള ജോലികൾ നമ്മൾ പൂർത്തിയാക്കിക്കൊണ്ട് ദൈവത്തിന്റെ വിശുദ്ധ ശബത്തില് ദൈവത്തിന്റെ ആലയത്തിലേക്ക് വളരെ നേരത്തെ കടന്നു ചെല്ലുവാനും ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ ബൈബിൾ പരിശോധിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്രകാരമുള്ള ഒരു ജീവിതശൈലി പിന്തുടർന്നുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് നല്ലൊരു ദൈവ പൈതലായിട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ചിന്തയിൽ നിന്ന് നിർത്തുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം നിറഞ്ഞാലും മനസ്സിലുനിധിയുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല സമയത്തിന് നിന്നോട് സ്തുതിക്കുന്നു, സ്വപ്നം ചെയ്യുന്നു. കർത്താവെ, വീണ്ടും നല്ലൊരു ദിവസം ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല വിധത്തിനായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സമയം ഞങ്ങൾക്ക് കർത്താവിന്റെ വചനത്തിന് ചിന്തിക്കാൻ തക്കോണ സുഹൃത്തുള്ള ദൈവം അവിടെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന സഹോദരൻ രവീന്ദ്രനെയും ജോസ് സഹോദരനെ ഞങ്ങളുടെ കരങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ മക്കൾക്ക് വീണ്ടും ഒരു ദിവസം കൂടി കർത്താവ് അവരുടെ ജീവിതം നൽകി കൊടുത്തതിനായ സ്തോത്രം. തുടർന്നുള്ള കാലങ്ങളിലെല്ലാം ആയുസ്സോടും ആരോഗ്യത്തോടുകൂടി ജീവിക്കാനായിട്ട് സുഹൃത്തുള്ള ദൈവം അവിടുന്ന് അവരെ സഹായിക്കുമാണെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾപ്പിച്ച വചനങ്ങൾക്കായ സ്തോത്രം. ഞങ്ങൾക്ക് അതുപ്രകാരം ജീവിക്കാനായിട്ട് സർവ്വത്തിലെ ദൈവം അവിടെ നിങ്ങളെ സഹായിക്കുവാണെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.